ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തൃശ്ശൂർ എക്സിബിഷൻ കാണാനാണ്. പൂരവും ആറാട്ടും എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ എക്സിബിഷൻ കാണാൻ പോകുന്നത്. അപ്പോൾ എക്സിബിഷന് ഫീസായിട്ടുള്ള ഒരാൾക്ക് 50 രൂപയാണ് കേട്ടോ. കുട്ടികൾക്ക് മൂന്ന് വയസ്സിന് താഴെയുള്ളവർക്കൊക്കെ പൈസ ഇല്ല. നല്ല മഴയുള്ള കാരണം നല്ല ബ്ലോക്കായിരുന്നു. അതുകൊണ്ട് തന്നെ വരാൻ നല്ലോണം വൈകി. അതുകൊണ്ട് തന്നെ രാത്രിയായിട്ടോ. അപ്പം നമുക്ക് അധികം നേരമൊന്നും ഉണ്ടായില്ല. തിരിച്ച് വേഗം പോകാൻ വേണമല്ലോ. അപ്പം നമ്മൾ വേഗം ഒന്നും സമയം വേസ്റ്റ് ആക്കിയില്ല. നേരെ കയറി എവിടേക്ക്, നമ്മുടെ ആദ്യത്തെ കൗണ്ടർ, അതായത് കയറി ആദ്യം ലെഫ്റ്റിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ ഇവിടേക്കാണ് ചെല്ലുക. നിറയെ കമ്മലുകൾ, ഇതുപോലെ നല്ല ക്യാപ്പുകൾ, കിഡിലൻ ബാഗുകളൊക്കെ ആയിട്ട് നല്ല സ്റ്റോളുകൾ തന്നെയാണ് അവരൊരുക്കിയിട്ടുള്ളത്. പക്ഷേ വില കുറച്ചധികം തന്നെയാണ് എല്ലാത്തിനും. താരതമ്യേന മാർക്കറ്റ് പ്രൈസിനേക്കാളും വിലയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വാടകയൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഉറപ്പ് തന്നെ. അപ്പോൾ ഇതുപോലെ നല്ല മാർക്കറ്റിംഗ് അറിയാവുന്ന കുറേ ചേട്ടന്മാർ തന്നെയുണ്ട്. അവർ നിരത്തി പിടിച്ച് നമ്മളെ വാങ്ങാൻ നോക്കുന്നുണ്ട്. ഇത് മേക്കപ്പ് സെറ്റ്. ജാനുവിൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു മേക്കപ്പ് സെറ്റ് മേടിച്ച് തരണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു മേക്കപ്പ് സെറ്റ് അങ്ങോട്ട് വാങ്ങിച്ചു കൊടുത്തു. അങ്ങോട്ട് സന്തോഷമായിട്ട്. ചൈൽഡ്ഹുഡിൽ ഗേൾസിന് ഒരു മേക്കപ്പ് സെറ്റ് ഉള്ളതൊക്കെ രസമായിരിക്കും. ആദ്യത്തെ പോലത്തൊക്കെ നമുക്ക് പരീക്ഷിച്ച് നോക്കിയിട്ട് നല്ലതിലേക്ക് മാറാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഈ കിഡിലൻ ബാഗുകളുടെ കളക്ഷൻ ഉണ്ടായിരുന്നത് ഒരു 400 അബോവ് ആണ്. എല്ലാത്തിനും നല്ല വില ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കമ്മലുകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളായിരുന്നു. പിന്നെ ഈ ചെരുപ്പുകൾ ഞാൻ എപ്പോഴും മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ നല്ല വിലയാണ്. പെയർ വണ്ണിന് 800 റുപ്പീസ് അതിൻ്റെ അബോവാണ് അഡൾട്ട്സിന് കേട്ടോ. വലിയവരുടെ ചെരുപ്പിന് 800 രൂപ കൂടുതലും, കുട്ടികളുടെ ചെരുപ്പിന് 550 രൂപയുടെ മുകളിലാണ് ഉണ്ടായിരുന്നത്. അടുത്ത ഷോപ്പ് ഏതാ, ഈ മിഠായി കടയാണ്. പിന്നെ മിഠായി കട എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 90s കിഡ്സിൻ്റെ ഒരു നൊസ്റ്റാൾജിക്കായിട്ട് കിട്ടുന്ന മിഠായി കടകളാണ് ഉള്ളത്. പക്ഷേ ആ ഒരു ആഗ്രഹത്തിൽ വാങ്ങിച്ച് കഴിച്ചിട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല. പണ്ടത്തെ ടേസ്റ്റ് ഇതിനൊന്നുമില്ല. ഒക്കെ ഒരുവിധം ആർട്ടിഫിഷ്യൽ ടേസ്റ്റായി ഒക്കത്തിനും. ഈ പുളിമിഠായിക്ക് നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചു നോക്കി, പക്ഷേ അതിനും അധികം ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ആ ഗോൾഡ് കോയിൻ ഇല്ലേ നമ്മുടെ, അതും വാങ്ങിച്ചു നോക്കി. അതും ആ ടേസ്റ്റ് ഇനി പ്രായമായതിൻ്റെ ആയിരിക്കും അല്ലേ. നമുക്ക് ആ ഒരു കുട്ടിക്കാലത്തെ ടേസ്റ്റ് കുട്ടിക്കാലത്ത് തന്നെ കിട്ടുള്ളൂല്ലോ, അതിൻ്റെ ആയിരിക്കും. അതുകൊണ്ട് അതൊന്നും കിട്ടിയില്ല. അപ്പം നമ്മൾ കുറച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് പിള്ളേർക്ക് ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്തിട്ട് അടുത്ത ഷോപ്പിൽ പോയി. ഇതുപോലെ ആ മാജിക് പണ്ട് നിങ്ങൾക്ക് ടി വിയിൽ ഇത് കണ്ടത് ഓർമ്മയുണ്ടോ? പണ്ട് ടി വിയിൽ ഇത് നമ്മുടെ നിക്ലോഡിയനിലൊക്കെ ഇത് കാണിക്കാറുണ്ട്, ഇത് വാങ്ങാനായിട്ട്. അപ്പോൾ ഒരെണ്ണത്തിന് കുറച്ചധികം രൂപ ഉണ്ടായിരുന്നു തോന്നുന്നു. ഇതുപോലെ മസാജിങ് സെൻറ്ററൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ കുറച്ച് മസാജൊക്കെ ചെയ്ത് കൊടുത്തു. പിന്നെ നല്ല കീ ഹോൾഡേഴ്സ് ആയിരുന്നു കേട്ടോ. ഒരുവിധം നല്ലോണം 2-3 കൈകളൊക്കെ ഇല്ലാത്ത ആൾക്കാരൊന്നും ഇല്ലല്ലോ വീടിൻ്റെ ആയാലും വണ്ടിയുടെ ആയാലൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം 100 രൂപയ്ക്കായിരുന്നു. 100-150 രൂപയുടെ ആയിരുന്നു. അതും ഒരെണ്ണം വാങ്ങി നമ്മൾ. പിന്നെ ഇത് അച്ചാർ സെക്ഷനായിരുന്നു. നമ്മൾ കിടിലൻ അച്ചാറുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. രാജസ്ഥാനി അച്ചാർ എന്നാണ് ഇവർ പറഞ്ഞത്. ചട്നി, മാങ്ങ അച്ചാർ, അപ്പോൾ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് ഈ ചട്നിയും പിന്നെ ഒരു മാങ്ങ അച്ചാറും കൂടിയാണ് നമ്മൾ വാങ്ങിച്ചത് കേട്ടോ. പിന്നെ ബുക്ക് കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ ഈ അച്ച് വയ്ക്കൽ. പണ്ട് കുട്ടിയായിരുന്നപ്പോൾ വെച്ചൊന്നല്ലാണ്ട് പിന്നെ ഞാനത് വച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ മോൾക്ക് ഇതൊന്ന് വച്ചു കൊടുത്തു. അവൾക്ക് സന്തോഷമായിക്കോട്ടെ വെച്ചു. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്നില്ല, രണ്ടാമത്തെ ആൾക്ക് ഇതും പറഞ്ഞ് ഇനി അടിയാവാനുള്ള എല്ലാ ചാൻസും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനത് പ്രിപ്പയർഡ് ആയിട്ടാണ് പോയത്. അതുപോലെ തന്നെ അവിടെ അടിയുണ്ടായി. ഇപ്പോഴും അടിയൊക്കെ ഒന്ന് മാറിയിട്ടുള്ളൂ. അങ്ങനെ കിഡിലൻ്റെ ഒരു ഡിസൈൻ അയാൾ വരച്ചു തന്നു. പിന്നെ ഞാൻ കണ്ടത് ഈ നല്ല എസ്തെറ്റിക്കായ കിഡിലൻ ടേബിളും നല്ല ഡെക്കറേഷൻസ് ആയിരുന്നു. ഇതുപോലത്തെ ഒരെണ്ണം നമ്മൾ വാങ്ങിച്ചു കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ഡെക്കറേഷൻസ് തന്നെയായിരുന്നു. അതിപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചിട്ട് നമ്മളിനി ഡോർ ഹാങ്ങിങ്ങിലൊക്കെ യൂസ് ചെയ്യാമല്ലോ. പിന്നെ ലോഫിംഗ് ബുദ്ധ, ഇതുപോലെ ഐഡൽസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കണ്ണു പോയത് ഈ കിഡിലൻ വള സെക്ഷനിലായിരുന്നു. ഇത് 4 എണ്ണത്തിന് 300 സംതിങ് രൂപയൊക്കെ ആയിരുന്നു. ഇതുപോലെ അയാൾ പറയുന്നുണ്ടായിരുന്നു വീഡിയോ ഒക്കെ എടുക്കാണ്ട് ഒരെണ്ണം വാങ്ങ് എന്നൊക്കെ പറഞ്ഞാലും ഞാൻ ഈ വീഡിയോ മാത്രം എടുത്തിട്ട് അങ്ങനെ പോകുന്നു. നല്ല വളയായിരുന്നു കേട്ടോ. നല്ല വെറൈറ്റി മോഡൽ തന്നെയായിരുന്നു. അങ്ങനെ നടന്നതാ വീണ്ടും അടുത്ത അച്ചാർ സ്റ്റോളിലേക്ക് തന്നെ എൻ്റെ കണ്ണ് പോയിട്ടോ. ഇതും ഒരുപാടുണ്ട്. ഇതും നമ്മുടെ രാജസ്ഥാൻ ടൈപ്പ് എന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഈ കടയിൽ നിന്ന് നിങ്ങളതേ ഫുഡ് വാങ്ങാതിരിക്കുകയാണ് നല്ലത്. നമ്മൾ ഈ ക്യാൻഡി വാങ്ങിച്ചു കേട്ടോ, ഷുഗർ ക്യാൻഡി. കയ്യിൽ കിട്ടിയ അപ്പോൾ തൊട്ട് അത് അലിഞ്ഞ് കയ്യിൽ മൊത്തം വീണു. അന്നല്ലാതെ ഒരു ഇതുണ്ടായിരുന്നില്ല, കളറിങ് ഉണ്ടായിരുന്നില്ല. വൈറ്റ് ക്യാൻഡി ആയിട്ട് നമ്മളിത് കഴിച്ചു. പക്ഷേ ഒരു സന്തോഷത്തിൽ കഴിച്ചില്ല. നമ്മൾ ടേസ്റ്റ് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം കഴിച്ചിട്ട് ഞാനങ്ങോട്ട് പോകും. പിന്നെ അത് അടുത്ത സ്റ്റോൾ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാലകളായിരുന്നു കേട്ടോ. ഒക്കെ ഹാൻഡ് മെയ്ഡാണ്.
അതിൻ്റേതായ നല്ല ഭംഗിയും പെർഫെക്ഷനും ഒക്കെ ഉണ്ട്. ഇതുപോലെ 500ഉം 450ഉം ഒക്കെയാണ് കേട്ടോ. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ലോക്കറ്റ്, അതായത് ഒരു 200 രൂപയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ചെറിയ ചെറിയ ലോക്കറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഈ ഊഞ്ഞാലുകളും ബോട്ടുകളും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഒരെണ്ണത്തിൽ 2-3 പിള്ളേരൊക്കെ കയറ്റി നമ്മളങ്ങോട്ട് പോന്നു. പിന്നെ പണ്ടത്തെ കാലത്ത് സാധനങ്ങളുള്ള നിറച്ചുള്ളൊരു സ്റ്റോളുണ്ടായിരുന്ന ഒരു മുത്തശ്ശൻ ഒറ്റയ്ക്ക് ഇതൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. 500, 300, 700 രൂപയ്ക്കൊക്കെ വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ നിറയെ കോയിനുകളും ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഇതുപോലത്തെ നിറയെ കോയിനുകൾ നമ്മളിതുപോലെ ഓട്ടേണയും പണ്ടത്തെ 10 പൈസ, 20 പൈസ, 1 പൈസ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം നമ്മൾ കണ്ടു. പണ്ടത്തെ രാജാക്കന്മാരുടെ കോയിന് വരെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം നല്ല വിശദമായി നോക്കിയതിന് ശേഷം ഞാൻ അടുത്ത സ്റ്റോളിലേക്ക് ഇറങ്ങാൻ പോവാണ്. പക്ഷേ ഇനി കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് നേരെ നമ്മുടെ വാട്ടർ ഫൗണ്ടെയിനിലേക്കാണ് കേട്ടോ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഈ ഫൗണ്ടെയിൻ തന്നെയാണ് നമ്മളിങ്ങനെ കാണുക. നിറച്ച് ബോഗൺവില്ലകളും നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ. ബോഗൺവില്ലകളും നിറച്ച് ഇതുപോലെ വാട്ടർ ഫൗണ്ടെയിൻ എല്ലാം വെച്ച് ഒരുപാട് പേര് ഫോട്ടോ എടുക്കാനും ലൈറ്റ് ഷോ പോലെയൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. നല്ല രസം തന്നെയായിരുന്നു കാണാൻ. അടുത്തത് ISROൻ്റെ ഒരു സ്റ്റോളാണ് കേട്ടോ. പക്ഷേ ഞാൻ അതിൻ്റെ ഉള്ളിലൊന്നും കയറിയില്ല. ജസ്റ്റ് അതിൻ്റെ ഫ്രണ്ട് വശത്ത് മാത്രം നിന്ന് കണ്ടുള്ളൂ. അവിടെ നമുക്ക് ഈ ആസ്ട്രോനോട്ട്സിൻ്റെ ഡ്രസ്സിൻ്റെ പോലത്തെ കട്ടൗട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. പിന്നെ ഞാൻ കണ്ടത് ഇതുപോലെ പല പല മൃഗങ്ങളുടെ ഒട്ടകം, ആന എന്നിവയുടെ, കുതിര എന്നിവയുടെ തലയൊട്ടി, ഇടുപ്പെല്ല്, വരിയെല്ല് എന്നിങ്ങനെയുള്ള എല്ലുകൾ കാണാനാണ് നമ്മൾ പോയത്. ഇത് നമ്മുടെ ആനയുടെ തലയോട്ടിയാണ് കേട്ടോ. അപ്പോൾ അതും കണ്ടു. അത് കഴിഞ്ഞ് നമ്മുടെ മടക്കുന്നാഥൻ്റെ ഒരു സ്റ്റിൽ മോഡലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ കണ്ടുപോയിട്ടോ. പിന്നെ ഞാൻ കണ്ടത് ഇതുപോലെ ഒരു ഡോമാണ്. എന്തിൻ്റെ ആണെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. നമ്മളതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ തന്നെ അവരതിൻ്റെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. അവരുടെ ഷോ എല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചു പോയെന്ന് തോന്നുന്നു. ഇതുപോലെ ജ്വല്ലറി പീസുകളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ഫുഡ് സ്റ്റോളുകളുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല. അവസാനം എത്തി ഫുഡിൻ്റെ ഒക്കെ. അപ്പോൾ രാത്രി ആയ സ്ഥിതിക്ക് ഇനി ഫുഡ് വാങ്ങുന്നത് നല്ലൊരു തീരുമാനമല്ല എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. 2-3 മണിക്കൂറത്തെ കറക്കത്തിന് ശേഷം നമ്മളിനി പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. അപ്പോൾ എക്സിബിഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയറും, കമൻറ്റ്, സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. കമൻറ്റൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തേക്ക് എല്ലാവർക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നമുക്ക് ഇനിയും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.